ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ദൈവദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ഇവിടെ നീയല്ലോ മായ, നീ മായയാണ്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് തോന്നുന്നത് ഇല്ലാത്തതല്ല. എന്നാൽ ഉള്ളതാണോ? അതുമല്ല. ഈ തോന്നൽ നമുക്കുളവാക്കുന്ന ശക്തി വിശേഷത്തിനെ, പ്രാതിഭാസിക ചൈതന്യത്തെയാണ് നമ്മൾ മായ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നീയാണ് മായ, ഈശ്വരൻ തന്നെയാണ് മായ. അപ്പോൾ ഈശ്വരനിൽ നിന്ന് വേറിട്ട് മായാതത്വമില്ല, മായാതത്വത്തിൽ നിന്ന് വേറിട്ട് ഈശ്വരതത്വമില്ല. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ നീ തന്നെ, നീയല്ലോ മായയും മായാവിയും. മായാവി എന്ന് പറയുന്ന ആരാണ്? ഇന്ദ്രജാലക്കാരനാണ്. നീ തന്നെയാണ് ഈ ഇന്ദ്രജാലങ്ങളൊക്കെ കാണിക്കുന്നവൻ, ഈ എല്ലാവരിലും ഈ തോന്നൽ ഉളവാക്കുന്ന ആ മായയും മായാവിയും നീ തന്നെയാണ്. നീ തന്നെയാണ് മായാവിനോദനും. ഈ മായയെ കാട്ടി ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി വിനോദിപ്പിക്കുന്നയാൾ നീ തന്നെയാണ്, മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നീയാണ് ഈ മായയെ നീക്കി ആ ബ്രഹ്മതത്വത്തിലേക്ക്, അഥവാ തന്നിലെ ജീവസ്വരൂപത്തെ പരമസ്വരൂപമായ ആ ബ്രഹ്മതത്വത്തിലേക്ക് ചേർക്കുന്നവനും നീ തന്നെയാണ്. അപ്പോൾ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 4 തലത്തിലുള്ള മോക്ഷമുണ്ട്. അവിടെയാണ്, അതിൽ പരമമായ മോക്ഷമാണ് സായുജ്യമോക്ഷം. അത് 1 സാലോക്യം, 2 സാമീപ്യം, 3 സാരൂപ്യം, 4-ാമത്തേതാണ് സായുജ്യം. അതിൽ സായുജ്യം നൽകുക, ഈ 3 തലത്തിലുള്ള മുക്തി എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്ത്, ശിവഭക്തന്മാർ ശിവലോകത്ത് എത്തിപ്പെടുന്ന തലമാണ് സാലോക്യം. ഏത് മൂർത്തിയെ ഉപാസിച്ച് ആ മൂർത്തിയുടെ സമീപത്തെത്തിപ്പെടുന്ന അവസ്ഥയാണ് സാമീപ്യം. ഏതും ഒരു മൂർത്തിയുടെ രൂപം ധാരണ ചെയ്തുകൊണ്ട് അങ്ങനെ ഒടുവിൽ ആ മൂർത്തി രൂപം തന്നെ ആയി മാറുന്ന അവസ്ഥയാണ് സാരൂപ്യം. സായുജ്യം എന്നത് ഒരു മൂർത്തിയെയും ധാരണ ചെയ്യുന്നില്ല, തന്നിലെ ജീവസ്വരൂപത്തെ നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വത്തിൽ ലയിപ്പിക്കുന്ന തലമാണ് സായുജ്യമുക്തി. ഇതാണ് ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നത്. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ആര്യൻ എന്താ? ആര്യൻ ശ്രേഷ്ഠൻ എന്ന് സാരം. ഈ പ്രപഞ്ചത്തിൽ യാതൊന്നിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ലയോ? അതിന് നമ്മൾ പ്രയോഗിക്കുന്ന പദമാണ് ആര്യൻ. അപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള, അത്രയും ഉത്കൃഷ്ടമായ ആ ആര്യൻ തന്നെയാണ്. കാരണം പരമമായ മോക്ഷം കൊടുക്കുവാൻ ഇവിടെ ഒരാൾക്ക് മാത്രമേ കഴിയൂ, ഈശ്വരന് മാത്രമേ കഴിയൂ. ആ പരമമായ ആ ചൈതന്യമാണ് അങ്ങ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. നമസ്തേ.